ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 9ാമത്തെ പാഠഭാഗമായ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്, ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റെഡിയാണോ? 9ാമത്തെ പാഠഭാഗം പരിസ്ഥിതിയെ നോവിക്കാതെ. ഓക്കെ, പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതിയാണല്ലേ. അപ്പോൾ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു പാഠഭാഗമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ കേരളം എത്ര മനോഹരമാണ്. കണ്ണിന് കുളിർമ നൽകുന്ന എത്രയെത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. എന്നാൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ടുണ്ടായ ചില നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. അവയുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ എന്താണ്, പ്ലാസ്റ്റിക് കത്തിക്കുന്നതും പുഴയിലേക്ക് മാലിന്യമൊക്കെ വലിച്ചെറിയുന്നതുമായ ഒരു പിക്ചറാണ് അല്ലേ. 2 ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്? പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയർന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങളെ നമുക്ക് അറിയാം. പ്ലാസ്റ്റിക്കും ഖരമാലിന്യങ്ങളും വലിച്ചെറിഞ്ഞത് മൂലം ഒഴുക്ക് നിറച്ച ജലാശയങ്ങളെയും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങളും അവയുടെ പ്രശ്നങ്ങളും പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1. പ്ലാസ്റ്റിക് കത്തുന്നു. അവിടെ എന്താണ്, പുക മൂലം വായു മലിനമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജലം നദിയിലേക്ക് തുറന്നുവിടുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ജലമലിനീകരണം ജലസസ്യങ്ങളെയും ജലജീവികളെയും ബാധിക്കുന്നു. കൂടാതെ റോഡുകളിൽ മാലിന്യം കത്തിക്കുന്നു. അവിടെ കരിയും പുകയും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ഗാർഹിക മാലിന്യങ്ങൾ കത്തിക്കുന്നു. അവിടെ പുകയുണ്ടാകുന്നു. ചുമ, ശ്വാസം മുട്ട് എന്നിവ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചുറ്റും നമുക്ക് കാണുന്ന പ്രശ്നങ്ങളും പ്രശ്നങ്ങളും എന്ന് പറയുന്നത്. മലിനീകരണം വരുത്തിവെച്ച ചില പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. മലിനീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തുമ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് കൂട്ടുകാരെ ഉണ്ടാകുന്നത്? താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ നമുക്ക് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വരുന്നത്. പ്ലാസ്റ്റിക്കും മറ്റും കത്തിക്കുമ്പോൾ കത്തിത്തീരാതെ അവശേഷിക്കുന്ന വസ്തുക്കളും ഉണ്ടാകില്ലേ. എല്ലാ സാധനങ്ങളൊന്നും കത്തില്ല, ചില സാധനങ്ങളൊന്നും കത്താതെ കിടക്കുകയും കാണാം. മഴ പെയ്യുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ എന്ത് സംഭവിക്കും? മഴവെള്ളത്തോടൊപ്പം ഒലിച്ച് പുഴയിലേക്കും മറ്റുമൊക്കെ പോകും. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജീവജാലങ്ങൾക്ക് എന്താണ്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ സസ്യങ്ങളൊന്നും ഇല്ലാതെ ആവും. അതുപോലെ തന്നെ അവിടുത്തെ മീനുകൾക്കൊക്കെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ ചിലപ്പം അതറിയാതെ കഴിക്കുമ്പോൾ ശ്വാസം മുട്ടി മരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കലാണ് അല്ലേ. അപ്പോൾ കത്തിക്കുമ്പോൾ പുക വരും, പുകയുടെ കൂടെ വായു വരും, അത് ശ്വസിക്കും. അത് മനുഷ്യൻ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയ്ക്ക് വളരെ ദോഷമായിട്ട് ബാധിക്കും. ഇനി കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ ഒന്ന് ജലത്തിലേക്ക് എത്തും, അത് നേരെ കുടിക്കുകയും ചെയ്യും. മണ്ണിലേക്ക് പോകുമ്പോൾ ആവാസ വ്യവസ്ഥയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുഴ, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു, മണ്ണ്, ജലം, ജീവജാലങ്ങൾ എന്നിവയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടു. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കൾ ഉണ്ടാകും? അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതാണ് ഈ ഒരു പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ. 1. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങല്, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൂടിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് കാരണമാവുകയും ചെയ്യും. ഇനി അടുത്തത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡ് എന്താണ്? ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായും ഉള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. മറ്റൊന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ്. ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അടുത്തത് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകളാണ്. ഓക്കെ, അത് ശ്വസനത്തിലൂടെ ഉള്ളിൽ എത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചില്, അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇനി ഡയോക്സിനുകളാണ്. ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ, ശ്വാസകോശ രോഗങ്ങളെ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി വായു മലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമോ എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്.
വായുവിലെ ഘടകങ്ങൾ നമ്മൾ ഇതിന് മുന്നത്തെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അന്തരീക്ഷത്തിന്റെ പാളി നമ്മളെ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നുള്ളത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. വായുവിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അവയുടെ അളവുകൾ താഴെ നൽകിയ പൈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നൈട്രജൻ എന്ന് പറയുന്നത് 78%, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 0.04%, ഓക്സിജൻ എന്ന് പറയുന്നത് 21%, മറ്റുള്ളവ 0.96%. ജസ്റ്റ് പട്ടിക വരക്കുക, വായുവിലെ ഘടകങ്ങൾ, അളവ് എന്ന് പറഞ്ഞുകൊണ്ട് വരച്ചിട്ട് എഴുതിയാൽ മതി. ഇനി അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ട്? ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണുള്ളത്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ മറ്റുള്ളവ എന്ന് പറയുമ്പോൾ ആർഗണ്, ഓസോണ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റൺ, ഹൈഡ്രജൻ, ഇതൊക്കെയാണ് ഉള്ളത്. ഇനി ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകം ഏതാണ്? നൈട്രജൻ ആണ്. വായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. അപ്പൊ ഇതേപോലെ പട്ടിക വരച്ചിട്ട് എഴുതാനാണ്. നൈട്രജൻ 78%, ഓക്സിജൻ 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, മറ്റുള്ളവ 0.96%. ഓക്കെ. ഇനി അന്തരീക്ഷ വായുവിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റം സംഭവിക്കുന്നു. അതാണ് വായു മലിനീകരണം എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണത്തെ കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തത്. മറ്റെന്തൊക്കെ രീതിയിലാണ് വായു മലിനീകരണം നടക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഒന്ന്, പാചക ഇന്ധനങ്ങളും വായു മലിനീകരണവും തമ്മിലുള്ള ബന്ധം. പാചകത്തിന് ഏതെല്ലാം തരം അടുപ്പുകൾ ഉപയോഗിക്കാറുണ്ട്? നമുക്കറിയാം, വിറകടുപ്പ്, മണ്ണെണ്ണ സ്റ്റൗവ്, ഗ്യാസ് അടുപ്പ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇനി ഓരോന്നിനും ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഒന്നാണോ? അല്ല. വിറകടുപ്പിൽ എന്താണ്? വിറകാണ്. മണ്ണെണ്ണ സ്റ്റൗവിൽ മണ്ണെണ്ണയാണ്. ഗ്യാസ് സ്റ്റൗവിലോ LPG അല്ലെങ്കിൽ CNG അല്ലെങ്കിൽ ബയോഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. വിറകടുപ്പ് വിറക്, മണ്ണെണ്ണ സ്റ്റൗവ് മണ്ണെണ്ണ, ഗ്യാസ് സ്റ്റൗവ് LPG, CNG അല്ലെങ്കിൽ ബയോഗ്യാസ്. വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ പുറന്തള്ളുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തുവരുന്നത്. ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി അല്ലെ. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്. ഇനി പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളത്? ഒന്ന്, ചിമ്മിനി നിർമ്മിക്കല്. മറ്റൊന്ന്, മതിയായ വെന്റിലേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ദിവസവും അടുപ്പ് വൃത്തിയാക്കുക. ഓക്കെ, ഈ കാര്യങ്ങളും കൂടെ ചെയ്യണം. അടുക്കളയിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ വാഹനങ്ങളിലും നാം പലതരം ഇന്ധനങ്ങൾ ഉപയോഗിക്കാറില്ലേ? വാഹനങ്ങളിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പെട്രോള്, ഡീസൽ, CNG, LPG, ഇതൊക്കെയാണ് നമ്മൾ വാഹനങ്ങളിലും ഉപയോഗിക്കാറുള്ളത്. ഇനി വാഹനങ്ങളും വായു മലിനീകരണവും എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴും സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മകണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. ഇവ വായുവിൽ കലരുന്നതും വായു മലിനീകരണത്തിന് ഇടയാക്കുന്നു. കേരളത്തിലെ വാഹനപ്പെരുപ്പവും അതിലുണ്ടായ മാറ്റങ്ങളുമാണ് ഇവിടെ 2013 മുതലുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒന്ന്, 2013 വാഹനങ്ങളുടെ എണ്ണം ഏകദേശം എത്രയായിരുന്നു? 80 ലക്ഷമായിരുന്നു. 2023 വാഹനങ്ങളുടെ എണ്ണം എത്രയായി? 1,63 ലക്ഷമായിട്ട് മാറി. ഓക്കെ, 1,63 ലക്ഷം. 2013 നിന്ന് 2023 ആയപ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണത്തിൽ എന്തു മാറ്റമാണ് സംഭവിച്ചത്? ഇരട്ടിയാവുകയാണ് ചെയ്തത്. 80 ലക്ഷത്തിൽ നിന്ന് 1 കോടിയിലേക്ക് മാറി. അപ്പോൾ അത് ഇരട്ടിയാവുകയാണ് ചെയ്തിട്ടുള്ളത്. പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെയാണ് ബാധിക്കുക? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാവുന്ന സ്വകാര്യ വാഹനങ്ങളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലേ? ഇത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതില്ലേ? സ്വകാര്യ വാഹനങ്ങളേക്കാൾ പൊതുവാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ ഗുണകരമാവും? നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ഒരാൾ ഒരു സ്വകാര്യ വാഹനം ഉപയോഗിക്കുമ്പോൾ എന്താണ്, ചിലപ്പം 4-5 പേർക്ക് യാത്ര ചെയ്യാവുന്നതായിരിക്കും. പക്ഷെ ഒരാൾ മാത്രം യാത്ര ചെയ്യുമ്പോൾ അവിടെ അത്രയും മലിനീകരണം കൂടുകയാണ് ചെയ്യുന്നത്. പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് പേര് ഒരേ സമയം യാത്ര ചെയ്യുമ്പോൾ അത്രയും മലിനീകരണം കുറക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് ആരോഗ്യവും വീണ്ടെടുക്കാം. മാത്രമല്ല നമുക്ക് മലിനീകരണം തടയുകയും ചെയ്യാം. ഓക്കെ, ഇനി പുക പരിശോധന. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. എഞ്ചിൻ തകരാറ്, കാലപ്പഴക്കം, ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധനയിലൂടെ കണ്ടെത്താം. പുക പരിശോധന എങ്ങനെയാണ് വായു മലിനീകരണം കുറക്കാൻ സഹായകമാകുന്നത് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെയാണ് വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല എഞ്ചിൻ തകരാറ് ഒക്കെ പരിശോധിക്കുന്നതിലൂടെ നമുക്ക് വാഹനങ്ങളിൽ എന്തെങ്കിലും മായമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇനി ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് വെച്ച് അതിൽ EV എന്നെഴുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല. വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണത്തിന് ഒരു പരിഹാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. വായു മലിനീകരണം നിയന്ത്രിക്കാൻ വാഹന ഉപഭോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞ് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഇന്ധനങ്ങളും മറ്റു വസ്തുക്കളും കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന വായു മലിനീകരണത്തെ കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇതുകൂടാതെ മറ്റെന്തെല്ലാം വഴി വായു മലിനമാകുന്നുണ്ട്? ഇവിടെ നോക്കൂ, പൊടിപടലങ്ങളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പൊടിപടലങ്ങളാണ് 45%. അതുപോലെ തന്നെ മാലിന്യങ്ങൾ കത്തിക്കൽ വഴി 17%, വാഹനങ്ങൾ വഴി 14%, ഡീസൽ ജനറേറ്റർ വഴി 9%, വ്യവസായങ്ങൾ വഴി 8%, ഗാർഹിക പാചകം 7%. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം സംഭവിക്കുന്നത്? ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഏതെല്ലാം രീതികളിലാണ് വായു മലിനീകരണം സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയല്ലേ. ഇനി വായു മലിനമാകുന്ന വിവിധ രീതികളെക്കുറിച്ച് അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇനി വായു മലിനീകരണത്തിന്റെ കാരണങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും ഉൾപ്പെടുത്തി ഒരു സെമിനാർ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതുപോലെ ജലവും ഏതെങ്കിലും തരത്തിലുള്ള മലിനീകരണത്തിന് വിധേയമാകുന്നുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് വായുവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വായു മലിനമാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് ജലം മലിനമാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഭൂമിയിലെ ജലം. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണെന്ന് അറിയാമല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒന്നെന്താണ്? മഞ്ഞാണല്ലേ. അടുത്തത് കടലാണ്. മറ്റൊന്ന് പുഴയാണ് തന്നിട്ടുള്ളത്. ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? എന്തൊക്കെയാണ്? മഞ്ഞുപാളികള്, ഹിമാനികള്, അതുപോലെ നീരാവി, ഇതൊക്കെയായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഭൂഗർഭജലം, സമുദ്രങ്ങള്, തടാകങ്ങള്, നദികള്, ഇതൊക്കെയായിട്ട് നമ്മുടെ ഭൂമിയിൽ ജലം കാണുന്നുണ്ട്. ഇനി വെള്ളം സർവത്ര എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 97% സമുദ്രജലമാണ്. വെറും 3% മാത്രമാണ് ശുദ്ധജലം അഥവാ ഉപ്പ് കലരാത്ത ജലം എന്ന് പറയുന്നത്. ശുദ്ധജലത്തിന്റെ ഏകദേശം 69% മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത്. ഇതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. 30% ഭൂഗർഭജലമാണ്. ആകെ ശുദ്ധജലത്തിന്റെ 0.3% മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലും ഉള്ളത്. അവിടെ മഞ്ഞുപാളി, ഭൂഗർഭജലം എത്രയാണെന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പുഴ അന്നും ഇന്നും എന്നാണ് പറയുന്നത്. ഒരു മുത്തച്ഛൻ പറയാണ്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പുഴയിലാണ് കുളിച്ചിരുന്നത്. ഈ പുഴയുടെ ഇന്നത്തെ ഒരവസ്ഥ നിങ്ങൾ നോക്കൂ എന്നാണ് പറയുന്നത്. എന്താണ്? ആകെ മലിനമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണല്ലേ. ഇനി ജലാശയങ്ങൾ എങ്ങനെയാണ് മലിനമാക്കപ്പെടുന്നത്? ഒന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയത്, മറ്റൊന്ന് രാസവസ്തുക്കൾ ഒഴുകിയെത്തിയാൽ, പിന്നെ എങ്ങനെയാണ് മലിനജലം ഒഴുകിയെത്തിയാൽ, ജൈവ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ വലിച്ചെറിയൽ, കന്നുകാലികളെ കുളിപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പോൾ ഏതെങ്കിലും 2-3 നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കാം. പായലും ആൽക്കകളും നിറഞ്ഞ് മലിനമായ ഒരു ജലാശയത്തിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കൂ, ഇവിടെ എന്താണ്? പായലും ആൽഗകളൊക്കെയാണ് അല്ലെ. എന്താണ് ജലാശയത്തിന്റെ ഈ അവസ്ഥക്ക് കാരണം? താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? യൂട്രോഫിക്കേഷൻ. ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളായ ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം ജലത്തിൽ
ജലത്തിന്റെ മറ്റു സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ജലമലിനീകരണം ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി അല്ലെ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചും ജലമലിനീകരണത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? രാസ കീടനാശിനികളുടെ അമിതോപയോഗം, മലിനജലം ഓടകളിലേക്ക് ഒഴുക്കിവിടല്, അറവുശാലകളിലെ മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത്, വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നത്, അതുപോലെ ജൈവ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ വലിച്ചെറിയുന്നത്, പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും, ഇതൊക്കെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട് സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്തല്ലോ, ഇവയുടെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുക. എല്ലാ രീതിയിലുമുള്ള മലിനീകരണങ്ങളിൽ നിന്നും ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമുക്ക് മലിനമാക്കുന്നത് ഒഴിവാക്കാം, അതുപോലെ തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ജലസ്രോതസ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കുടിവെള്ള സ്രോതസ്സുകൾ. നിങ്ങളുടെ വിദ്യാലയത്തിലെ കുടിവെള്ള സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? എന്തായിരിക്കും? ചിലപ്പം കിണറായിരിക്കും അല്ലെ, കിണറായിരിക്കും, അല്ലെങ്കിൽ ബോർവെൽ ആയിരിക്കും, ഇതൊക്കെ ആയിരിക്കും. കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം? താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? തെളിഞ്ഞ ജലമായിരിക്കണം, നിറവും മണവും ഇല്ലാതിരിക്കുക, രോഗാണുക്കൾ ഇല്ലാതിരിക്കുക, അപകടകാരികളായ രാസവസ്തുക്കൾ ഇല്ലാതിരിക്കുക, ആവശ്യത്തിനുള്ള ധാതുലവണങ്ങൾ ഉണ്ടായിരിക്കുക, ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കുക. അപ്പോൾ അതിൽ തെറ്റായിട്ട് വരുന്നത് ഉപ്പ് രസം ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രം തെറ്റു കൊടുക്കുക, ബാക്കിയൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഈ ഗുണങ്ങൾ നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും ഉപയോഗിക്കുന്ന വെള്ളത്തിനുണ്ടോ എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കുടിവെള്ളം പരിശോധിക്കാം. എങ്ങനെയാണ്? കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് താഴെ പറയുന്ന പ്രത്യേകതകൾ പരിശോധിക്കുക. അതിന്റെ നിറം, മണം, ആസിഡ് ഗുണം, ബേസ് ഗുണം, അലേയ മാലിന്യങ്ങളുടെ സാന്നിധ്യം എന്നിവയൊക്കെ നോക്കുക. പരീക്ഷണം ചെയ്യുന്നതിന് എന്തൊക്കെ സാമഗ്രികൾ ആവശ്യമാണ്? ഹാൻഡ് ലെൻസ്, ഫിൽറ്റർ പേപ്പർ, അതുപോലെ തന്നെ സാർവിക സൂചകം, ഇതൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ജലത്തിന്റെ നിറം, മണം എന്നിവ എങ്ങനെ നിരീക്ഷിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നിറവും മണവും നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നത്? മണത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അല്ലെ. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാലും നമുക്കറിയാം അതിന്റെ നിറം എത്രത്തോളം ഉണ്ടെന്ന്. ഫിൽറ്റർ പേപ്പർ, ഹാൻഡ് ലെൻസ് എന്നിവ ഉപയോഗിച്ച് കുടിവെള്ളത്തിന്റെ ഏതെല്ലാം പ്രത്യേകതകൾ കണ്ടെത്താൻ കഴിയും? എന്തൊക്കെ കഴിയും നമുക്ക്? ഫിൽറ്റർ പേപ്പറും ഹാൻഡ് ലെൻസും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ കൊണ്ടുവന്ന കുടിവെള്ള സാമ്പിളുകൾ പരിശോധിച്ച് വിവര ശേഖരണങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഈ പരീക്ഷണമൊക്കെ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാം. ഇനി കുടിവെള്ള ശുദ്ധീകരണത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. കുടിവെള്ളത്തിന്റെ മാലിന്യങ്ങൾ കലർന്ന ശുദ്ധീകരിക്കുന്നതിനുള്ള എന്തൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്കറിയാം? അരിക്കല്, പിന്നെ എന്തൊക്കെയാണ് താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. തിളപ്പിക്കല്. ഓക്കെ, എന്താണ്? കുറഞ്ഞത് 1 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും, എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. മറ്റൊന്ന് അരിക്കലാണ്. ജലത്തിലുള്ള ആലേയ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു, എന്നാൽ സൂക്ഷ്മജീവികൾ, ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നില്ല. ഇനി അടിയിക്കലാണ്. ജലത്തിലുള്ള ആലേയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു. മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം. സൂക്ഷ്മജീവികൾ, ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതിയിൽ ഉപയോഗിച്ച് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. ഇനി ക്ലോറിനേഷനാണ്. ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും, എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാനും കഴിയില്ല. ഇനി ഡിസ്റ്റിലേഷനാണ്. ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത്. ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ അന്വേഷിച്ച് എഴുതാനും കൂടെ പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞ മാർഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും ഉപയോഗിക്കുന്നത് എന്നും കൂടെ എഴുതാം. ഇനി മലിനീകരണം മണ്ണിൽ എങ്ങനെയൊക്കെയാണ് മലിനീകരണം നടക്കുന്നത്? ചുവടെ നൽകിയിരിക്കുന്ന പത്രവാർത്തയുടെ തലക്കെട്ടും ചിത്രവും നിരീക്ഷിക്കുക. മാലിന്യം വലിച്ചെറിയാൽ വിവരം നൽകിയ 2500 രൂപ കിട്ടും. ഓക്കെ, ഇവിടെ എന്താണ്? ഫുള്ള് മാലിന്യങ്ങളാണ് അല്ലെ. പത്രവാർത്ത എന്തെല്ലാം കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്? എന്തൊക്കെയാണ്? മാലിന്യം വലിച്ചെറിയാൻ പാടില്ല, അതുപോലെ വലിച്ചെറിഞ്ഞാൽ വലിയ ശിക്ഷയാണെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇനി വീട്ടിലെ മാലിന്യങ്ങൾ
വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക. പഴത്തൊലി, പച്ചക്കറി മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, പിന്നെ എന്തൊക്കെയാണ്? ചെരുപ്പുകൾ, ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ഉപയോഗിച്ച കേടായ CFL, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും അല്ലേ, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ഇനി ഒരു പഴത്തൊലി മണ്ണിലിട്ട് ഏറെ നാൾ കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി അത് മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് നിങ്ങൾക്കറിയാം. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ. എന്നാൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് മണ്ണിൽ ദീർഘനാൾ കിടന്നാൽ അത് പഴത്തൊലിയെ പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ? പ്ലാസ്റ്റിക് കിടന്നാൽ അലിഞ്ഞു ചേരില്ല, പക്ഷെ പഴത്തൊലി കിടന്നാൽ അലിഞ്ഞു ചേരും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചില്ലു കഷ്ണങ്ങൾ, ലോഹങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, തെർമോകോൾ തുടങ്ങിയവ വിഘടിപ്പിക്കാൻ മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് കഴിയില്ല. ഇവയാണ് അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. മാലിന്യങ്ങളെ ജൈവ മാലിന്യങ്ങൾ എന്നും അജൈവ മാലിന്യങ്ങളെന്നും പട്ടികപ്പെടുത്തുക. ജൈവ മാലിന്യങ്ങൾ ഏതൊക്കെയാണ്? പഴത്തൊലി, ഭക്ഷണാവശിഷ്ടങ്ങൾ, പേപ്പർ, മാംസാവശിഷ്ടങ്ങൾ, പച്ചക്കറി മാലിന്യം, ഇതൊക്കെ എന്താണ്? ജൈവ മാലിന്യങ്ങളാണ്. അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ, CFL, ബാറ്ററി, ചെരുപ്പുകൾ, ടൂത്ത് പേസ്റ്റ്, അതൊക്കെ എന്താണ്? അജൈവ മാലിന്യങ്ങളുമാണ്. ഇവയിൽ ഏതുതരം മാലിന്യങ്ങളാണ് മലിനീകരണത്തിന് കാരണമാകുന്നത്? ഏതാണ്? അജൈവ മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ, രാസവസ്തുക്കൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ മണ്ണിനെ മലിനീകരിക്കുന്നു. CFL ലാമ്പുകൾ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള മെർക്കുറി, കാഡ്മിയം പോലുള്ള ലോഹങ്ങളും മണ്ണിന്റെ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇനി അടുത്തത് വീട്ടിലെ മാലിന്യങ്ങളെ തരംതിരിക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ വീട്ടിലുണ്ടാകുന്ന ചില മാലിന്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബൾബുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, CFL ലാമ്പുകൾ, കടലാസ്, പേപ്പർ കപ്പ്, ചെരുപ്പുകൾ, ബാഗുകൾ, തുണികൾ, കീടനാശിനിയുടെ പാത്രം, പെയിന്റ് പാത്രം, പ്ലാസ്റ്റിക് ബാഗ്, പച്ചക്കറി മാലിന്യം, കാർഡ്ബോർഡ് പാക്കിംഗ്, പ്ലാസ്റ്റിക് കപ്പ്, മൊബൈൽ ഫോൺ ബാറ്ററി, പ്ലാസ്റ്റിക് കുപ്പികൾ, സ്ഫടിക കുപ്പികൾ, ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് ട്യൂബ്, മാംസാവശിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇവയെ ചിത്രത്തിൽ നൽകിയിട്ടുള്ള അനുയോജ്യമായ ഡസ്റ്റ്ബിന്നുകളിൽ നിക്ഷേപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇതിൽ ജൈവ മാലിന്യം ഏതൊക്കെയാണ്, അജൈവ മാലിന്യം ഏതൊക്കെയാണ്, അപകടകരമായ മാലിന്യം ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് നമുക്ക് ജൈവ മാലിന്യം നോക്കാം. ഭക്ഷണാവശിഷ്ടങ്ങൾ, പേപ്പർ കപ്പ്, പച്ചക്കറി മാലിന്യം, കാർഡ്ബോർഡ് പാക്കിംഗ്, മത്സ്യമാംസാവശിഷ്ടങ്ങൾ. ഓക്കെ. ഇനി ജൈവ മാലിന്യങ്ങൾ ബൾബുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ, തുണികൾ, പെയിന്റ് പാത്രം, പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക് കപ്പ്, പ്ലാസ്റ്റിക് കുപ്പികൾ, സ്ഫടിക കുപ്പികൾ, ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് ട്യൂബ്. ഇനി അപകടകരമായ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് CFL ലാമ്പുകൾ, കീടനാശിനിയുടെ പാത്രം, മൊബൈൽ ഫോൺ ബാറ്ററികൾ, ഇതൊക്കെയാണ് അപകടകരമായ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. മാലിന്യങ്ങളെ അനുയോജ്യമായ രീതിയിൽ തരംതിരിച്ചല്ലോ. വീട്ടിലും വിദ്യാലയത്തിലും നിങ്ങൾ ഈ രീതി അവലംബിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറവിടത്തിൽ നിന്ന് തന്നെ മാലിന്യം ഇങ്ങനെ തരംതിരിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അപ്പോൾ നമുക്ക് വേറെ ജൈവ മാലിന്യങ്ങളെ നമ്മളെ വീട്ടിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ വേർതിരിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇനി മാലിന്യങ്ങളെ തരംതിരിച്ചതിന് ശേഷം അവയെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. മാലിന്യ സംസ്കരണ ശാസ്ത്രീയ രീതികളെ കുറിച്ചിട്ടാണ്. മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഇത് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് അറിയപ്പെടുന്നു. മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യഘട്ടം. നിങ്ങൾ തരംതിരിച്ച മാലിന്യങ്ങൾ ചിലത് ജൈവവളം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. അവ ഏതൊക്കെയാണ്? ജൈവ മാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളായി വിഘടിപ്പിക്കാൻ കഴിയും. ഇവ ജീർണിച്ചുകൊണ്ടുണ്ടാകുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്നിവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു. ജൈവ മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അവ ജൈവവളമായി മാറുകയുള്ളൂ. ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും 3 രീതികളാണുള്ളത്. ഒന്ന് മണ്ണിര കമ്പോസ്റ്റിംഗ്, മറ്റൊന്ന് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, മറ്റൊന്ന് ജൈവവാതക നിർമ്മാണം, ബയോഗ്യാസ് നിർമ്മാണം. മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു. മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു. മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതാണ്. മറ്റൊന്ന് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് ആണ്.
ചിത്രം നോക്കൂ. ഈ സംവിധാനം നിങ്ങൾ പരിചയമുണ്ടോ? ജൈവ സംസ്കരണത്തിന് ഉതകുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ടുകളായി അടക്കി വെച്ചിട്ടുള്ള ബയോ കമ്പോസ്റ്റർ പിന്നാണിത്. ഇതിൽ നടക്കുന്നത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ്. ഇതിന്റെ പ്രവർത്തന രീതി അന്വേഷിച്ച് മനസ്സിലാക്കാനും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അടുത്തത് ജൈവവാതക നിർമ്മാണമാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം പാചകവാതക ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു. ഒരു ബയോഗ്യാസ് പ്ലാന്റ് സന്ദർശിച്ച് അതിന്റെ പ്രവർത്തന രീതി എഴുതാൻ പറയുന്നുണ്ട്. വീട്ടിലും വിദ്യാലയത്തിലും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെ നമുക്ക് മേൽപ്പറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് സംസ്കരിക്കാവുന്നതാണ്. ഓരോ മാർഗത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നിങ്ങളുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇവയിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിക്കാം. കടലാസും കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങളും പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയും. എന്നാൽ അജൈവ മാലിന്യങ്ങൾ എല്ലാം ഒരുപോലെ സംസ്കരിക്കാൻ കഴിയുമോ? കഴിയില്ല അല്ലേ? ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചക്രമണത്തിന് വിധേയമാക്കാൻ കഴിയില്ല. കനം വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപ്പാദനവും വിതരണവും തടയുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇതുകൊണ്ട് തന്നെയാണല്ലേ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് തടയുന്നത് ഇതുകൊണ്ടാണ്. അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും? 3Rs എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? ഉപയോഗം കുറക്കുക അഥവാ റെഡ്യൂസ്, പുനരുപയോഗം വർദ്ധിപ്പിക്കുക റീയൂസ്, പുനഃചക്രമണം ചെയ്ത് ഉപയോഗിക്കുക റീസൈക്ലിംഗ്. അജൈവ മാലിന്യങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നതിനായി ലോകമാകെ സ്വീകരിച്ചിട്ടുള്ള തന്ത്രമാണിത്. ഇത് ജീവിതത്തിന്റെ ഭാഗമായും സംസ്കാരമായും മാറേണ്ടതുണ്ട്. ഫസ്റ്റ് R എന്ന് പറയുന്നത് റെഡ്യൂസ് ആണ്. ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടവ എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് കപ്പുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് തെർമോകോൾ പ്ലേറ്റുകൾ, മിനറൽ വാട്ടർ ബോട്ടിൽ, പിന്നെന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് കവറുകൾ. ഓക്കെ. ഇനി റീയൂസ് ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ. റീസൈക്കിൾ ചെയ്യേണ്ടത് ലോഹനിർമ്മിത വസ്തുക്കൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, സ്ഫടിക കുപ്പികൾ, പേപ്പർ. ഇതൊക്കെയാണ് റീസൈക്കിൾ ചെയ്യാവുന്നത്. ഇനി അടുത്തത് ഹരിത കർമ്മസേനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ നാട്ടിലെ ഹരിത കർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ. ഇനി പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതും നിങ്ങൾ ശേഖരിക്കുക. അതിലെ ഒന്നാണ് എൻ്റെ നാട്ടിലെ മലിനീകരണ പ്രശ്നങ്ങൾ എന്ന അന്വേഷണ പ്രൊജക്റ്റാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. വായു, ജലം, മണ്ണ് എന്നിവ മലിനീകരിക്കപ്പെടുന്ന വിവിധ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും നാം മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ പ്രദേശത്ത് വായു, ജലം, മണ്ണ് എന്നിവ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ഒരു പഠനം നടത്തും. ഈ വിഷയത്തിൽ നിങ്ങളുടെ പരികൽപ്പനകൾ ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പഠനം നടത്തുന്നതിനായി എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്, എന്തെല്ലാം വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത് കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും ക്ലാസ്സിൽ അവതരിപ്പിക്കുക. മാലിന്യ മുക്ത ഹരിത വിദ്യാലയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? നിങ്ങളുടെ വിദ്യാലയത്തെ ഒരു മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ്. 1. ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം, കടലാസ് മാലിന്യ നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം, ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം. ഇത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് എഴുതുക. നിങ്ങൾ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിലെ എല്ലാവരുടെയും സഹായത്തോടെ നടപ്പിലാക്കൂ. അതിലൂടെ മാലിന്യമുക്ത ഹരിത വിദ്യാലയം എന്ന ലക്ഷ്യം നേടിയെടുക്കൂ. ജലവും മണ്ണും വായുവും മലിനീകരിക്കാതെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും കടമയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനമാണ് നമുക്ക് കംപ്ലീറ്റ് നോട്ട്സിലൂടെ നോക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാഠഭാഗം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ലാസ്റ്റത്തെ പാഠഭാഗമാണ് സുരക്ഷിത ഭക്ഷണം. അതും ഉടൻ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. എക്സാം ആവാനായി. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.